എന്തുകൊണ്ട് ഒരാള് മദ്യത്തിന് അടിമപ്പെടുന്നത്? ഇത് യഥാർത്ഥത്തിൽ ആ വീട്ടിന്റെ പ്രശ്നമാണ്. ഒരു ഗെയിമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ രണ്ട് തരത്തിലാണ് ഒരു വ്യക്തിനെ താഴെ ഇടാൻ പറ്റുക. ഒന്ന് സാമ്പത്തികം, രണ്ട് ഫണ്ട് കേസ്. വാസ്തുവാരതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രവും മനുഷ്യ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്കിന്ന് സംശയ നിവാരണത്തിനായി എത്തിയിട്ടുള്ളത് പ്രശസ്ത വാസ്തു വിദഗ്ധൻ ശ്രീ നിഷാന്ത് തോപ്പിൽ സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. ഒരു സൈക്കോളജി കൗൺസിലർ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവരൊരു ലഹരിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യത്തിലൊക്കെ പെട്ടുവരുന്ന ഒരാൾ അവരെ കൺസൾട്ട് ചെയ്ത പിറ്റേ ദിവസം റിസൾട്ട് അവർ പറയുന്നില്ല. അത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്, അതായത് ഇത്ര ടൈം എടുത്താലാണ് അതിനൊക്കെ റിസൾട്ട് ഉണ്ടാവുന്നത്. പക്ഷെ വാസ്തുവിലേക്ക് നോക്കുമ്പോൾ ഇന്ന് വന്ന് നാളെ റിസൾട്ട് വേണമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. കാരണം അത്രയും പ്രശ്നത്തിൽ പെട്ടവരായിരിക്കാം അതിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതിനെങ്ങനെയാണ് നമുക്കൊന്ന്? വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻ ആണത്. സി, ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് ഒരാള് മദ്യത്തിന് അടിമപ്പെടുന്നത്? ഇത് യഥാർത്ഥത്തിൽ ആ വീട്ടിന്റെ പ്രശ്നമാണ്. പറഞ്ഞാൽ വിശ്വാസമായില്ല. ഞാൻ അതിന്റെ ചെറിയൊരു ഇത് തരികയാണ്. ഈ തെക്ക് വശം പണ്ട് കാലത്ത് നമ്മളവിടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ മരണാനന്തര ക്രിയകൾക്കൊക്കെ ആയിട്ട് തെക്ക് കുറേ അങ്ങോട്ട് വിട്ടു അല്ലേ? എന്താണെന്ന് വെച്ചാൽ അപ്പൊ തെക്ക് വശത്ത് കുറെ സ്ഥലം ഉണ്ടാവും. ഇതിന്റെ ഒരു ഇമ്പാക്ട് കാരണമാണ് കൂടുതൽ കേരളത്തിലെ പാമ്പുകൾ. വെറുതെ പറയല്ലോ കേട്ടോ, സത്യമായിട്ടാ. അപ്പൊ ഞാനൊരു വീട്ടിൽ പോയി വീട്ടിലുള്ള വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള ആളാ. അപ്പൊ ഞാനപ്പോ നോക്കിയപ്പോ തെക്ക് വശത്ത് ഇഷ്ടംമാതിരി സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു മതില് കെട്ടാട്ടിട്ട് നിന്ന് വേർപ്പെടുത്താൻ അവിടുത്തെ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. അതായത് കുറയ്ക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വലിയൊരു മതില് കെട്ടലാണോ അതോ ഒരു? രണ്ട് തരത്തിലുണ്ട്. ചെറുതാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ വലിച്ചു കെട്ടിയാലും വേർപ്പെടുത്തലായി. ഒരു വേർപ്പെടുത്തൽ ഉണ്ടാക്കുക. അതായത് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതായത് യമൻ എന്ന് പറയും. യമൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ഡെത്ത്. അപ്പൊ ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എനർജി കുറയ്ക്കല. അപ്പൊ അതങ്ങനെ സൈലന്റ് ആയിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ അത് വരും. നമുക്ക് ഇനിയിപ്പോ സ്വഭാവം ഇല്ലാത്ത ഒരാളും ആ വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും. അതായത് യമന്റെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ യമന്റെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ആള് ആകെ കൂടി അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കും. ഇതെന്താണെന്ന് അറിയാം. കാരണം ഈ ഊർജങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേരിട്ട് ഒഴിക്കുന്നത്. ഇപ്പൊ യമൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. അതായത് സൗത്ത് എന്നുള്ള തെക്ക് എന്നുള്ള ആ ഊർജത്തിനെയാണ് യമൻ എന്ന് പറയാ. നമ്മള് ആ ഒരു ടീമിന് അവിടെ യമൻ കൊടുത്തുന്നുള്ളൂ. അതാണ്. അതായത് മനസ്സിലാക്കണ്ടേ എന്തും പേരിട്ട് വിളിക്കണം. അതിനു വേണ്ടി ആ പേര് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതായത് മനുഷ്യനെ വീക്കാക്കണത്, അതായത് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ളതിലേക്ക് ആക്കണത്. ഇപ്പൊ മദ്യപിച്ച് കിടന്ന അയാളെ ജീവിതത്തിൽ വിജയിക്കുകയോ? അതായത് അയാളെ കറക്റ്റായിട്ട് എന്താ വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യാണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ സാധനത്തിലേക്ക് പോവുക. ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ പ്രവർത്തനം. അപ്പൊ അതങ്ങനെ വന്നോ, കുട്ടികളാണെങ്കിൽ മയക്കുമരുന്നിന് അടിമയാവും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാലും മദ്യപാനികളാവും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ എന്താണ് പലതും ഉണ്ട്. ഇപ്പൊ സെക്സ് ഉണ്ടാവും, അതുമാതിരി തന്നെ അൺവാണ്ടഡ് ആയിട്ട് അബ്യൂസ്മെന്റ് ഉണ്ടാവും, പലതും ഉണ്ടാവും. പിന്നെ ഈ മയക്കുമരുന്നുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ഇതിന് കൂടെ ഇതും കൂടി ആഡ് ചെയ്യട്ടെ. അതായത് ഒരു കുട്ടി ഒളിച്ചോടി, അതിന് അത്രയും പുന്നാര മോളാണോ ഒക്കെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത ഒരു ബസ്സിലുള്ള കണ്ടക്ടറുമായിട്ട് ലോകത്തിലായി അവന്റെ കൂടെ പോയി. ഈ കഥകളൊക്കെ എന്തുകൊണ്ടാ കേൾക്കണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വീടിന്റെ പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഏരിയകൾ അവിടെ ഉണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു. ആ വീട്ടിൽ പോയാൽ എക്സാക്ട്ലി അവിടെ ആ റിസൾട്ട് കാണുകയും ചെയ്യും. അല്ല, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ നെഗറ്റീവ് ടേംസിലുള്ള നമ്മളെ ഊർജം വർക്ക് ചെയ്യുന്നുണ്ടോ വീട് കൊണ്ട് മാത്രമാണ് വരുന്നത്. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടത് മനസ്സിലായില്ല. കാരണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മുക്കുവൻ രക്തം വിൽക്കാൻ പോയ മാതിരിയാ. അപ്പൊ മുക്കുവനെ സംബന്ധിച്ചിടത്തോളം രക്തം എന്താണ്, വെറുതെ ഒരു കല്ല്, അത്രയേ ഉള്ളൂ. അതേപോലെ നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മളെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫാക്റ്റാണ്. ഇത് കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത്. അപ്പൊ അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് വരും. ഇപ്പൊ മദ്യപിക്കണത്, അപ്പൊ മദ്യപാനം എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ, ഇതിൽ ചില പൊസിഷൻസ് തന്നെ ഉണ്ട്. ആ പൊസിഷൻസിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ ഒരു 2-3 months അത്
കള്ളുകൂടി നിർത്തുകയാണ്. ഓക്കെ. ഇത് രസമായിട്ട് തോന്നും അത്, പക്ഷെ സംഭവിച്ചിട്ടുണ്ട്. റിസൾട്ട് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പോ ചില ആളുകളുണ്ട്, അപ്പൊ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ 24 മണിക്കൂറും ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായി എങ്ങനെയുണ്ടാവും? നമ്മളതും പിന്നെ അങ്ങനെയുള്ള ലാംഗ്വേജ് ആകാൻ തുടങ്ങും അല്ലേ? അതായത് മദ്യപാനി, അതായത് ഒരു പ്രോപ്പർ മദ്യപാനി എന്ന് വെച്ചാൽ അവൻ അതിൽ നിന്ന് റിലീവ് ചെയ്യാൻ താല്പര്യം കൂടി ഇതിൽ കാണിച്ചാൽ മാത്രമല്ല ചിലപ്പോൾ. അതല്ല, അതാണ് ഈ വാസ്തുവിന്റെ പ്രത്യേകത. ബാക്കിയെല്ലാം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിനും ഇതിനൊക്കെ ആ രോഗി വില്ലിങ് ആണ്. എന്നാലുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഇപ്പൊ എല്ലാ ഇതും ഉണ്ടല്ലോ, എന്താ പറയാ, ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സിലൊക്കെ ഉള്ളത് ആ രോഗി വില്ലിങ് ആണ്. പക്ഷെ വാസ്തുവിൽ രോഗി വില്ലിങ് ഒന്നും ആണെന്നില്ല. കാരണം ആ വീട്ടിൽ അതിനുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ആയോ ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ. ഇനിയിപ്പോ ഒന്ന് ചെയ്ത് നാളെ തന്നെ സാറേ അങ്ങനെ ആയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 2-3 മാസം കൊണ്ട്, ഞാൻ പറയാം 6 മാസത്തിന്റെ ഉള്ളിൽ നിന്നാ സാധാരണ പറയാ, പക്ഷെ എനിക്ക് 2-3 മാസം കൊണ്ട് തന്നെ റിസൾട്ട് വരാറുണ്ട്. 100% റിസൾട്ട് വരാറുണ്ട്. നേരെ സംസാരിക്കുമ്പോ പ്രണയം, അതായത് ഒരു വിഷയമാണ്, നല്ലതാണോ അത്? ഒളിച്ചോടി പോകുന്നു, ബസ് കണ്ടക്ടറോട് പോകുന്ന ഒരു നെഗറ്റീവ് ടൈം അല്ല ആക്ച്വലി. സാർ ഉദ്ദേശം എന്താവാന്ന് വെച്ചാൽ ഇപ്പോ ആ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രോപ്പർ ആയിട്ടൊരു മോശം രീതിയിലേക്ക് പോകും. അതായത് ജീവിതം മോശമായി പോകാം, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ അവളുടെ ജീവിതം കാഴ്ചപ്പാടില്ല, കുട്ടി ഒരു ജീവിതത്തെ നല്ല രീതിയിൽ മെച്ചൂർഡ് ആയിട്ട് എടുക്കാതെ പോകുന്നതിന്റെ ഇഷ്യൂവിനാണ് സാർ അഡ്രസ് ചെയ്തത്. അല്ല, പ്രണയം മനോഹര, അത് വേണ്ടതുവാ. ഇത് എന്തുകൊണ്ടാണ് ഒളിച്ചോടേണ്ടി വരുന്നത്? വീട്ടുകാര് വില്ലിങ് അല്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ കുട്ടിക്ക് പ്രോപ്പർലി അതിനെ ആ മനോഹരമായ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് വീട്ടുകാരനെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കണ. ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇപ്പോ നമ്മളൊരു കല്യാണം കഴിക്കണമെങ്കിൽ പയ്യനെന്താ പണി? ഇതാണ് ആദ്യത്തെ ചോദ്യം അല്ലേ? അതായത് പറഞ്ഞാൽ കല്യാണം കഴിക്കണം എന്നുണ്ടോ, ഇന്ന സാധനം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളവിടെ. അപ്പോ ഈ ഒളിച്ചോടി പോകുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാകുന്നത് ഒന്ന് ആ വ്യക്തി അല്ലെങ്കിൽ ഈ കുട്ടിയും തമ്മിലുള്ള റിലേഷനിൽ സമൂഹം അംഗീകരിക്കുന്ന തരത്തിലേക്ക് വരാണ്ട് വരുമ്പോഴാണ് ഈ ഒളിച്ചോട്ടൊക്കെ ഉണ്ടാകുന്നത്. അത് സംഭവിക്കുന്നത് വീട്ടിലുള്ള ചില ഏരിയകളുണ്ട്, അവിടെ ഒരു ഗേറ്റ് വന്നാൽ മതി ഇങ്ങനെ സംഭവിച്ചിരിക്കും. ഞാനതിങ്ങനെ ഇതിൽ ഏതാ സ്ഥലം എന്നുള്ള എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുവിടാം. കാരണം എന്ന് പറഞ്ഞാല് ഇതിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞുവിടാം. അതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാക്റ്റാട്ടോ. ഞാൻ അത്ഭുതപ്പെട്ടു. 1-2 അല്ല, അങ്ങനെയുള്ള കുറെ വീടുകളിൽ ഇതായിട്ടുണ്ട്. അപ്പൊ അത് പക്കയായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം ഭാര്യ ഇതായി, ഇങ്ങനെയുള്ള ഇതൊരു ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മകൾ ഇങ്ങനെയായി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ അൺവാണ്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണം നമ്മളെ വീട്ടിലുള്ള ചില ഏരിയകളുണ്ട്. അപ്പൊ അതായത് ഇതൊരു കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നർ പ്രോപ്പർ ആയിട്ട് ബൗണ്ടഡ് ആണ്. അപ്പൊ അതിന് ഇന്ന സ്ഥലത്ത് ഡോർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാത് സ്ഥലത്തായാലാണ് അതിന് റിസൾട്ട് വരിക. ഇല്ലെങ്കിൽ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവിക്കും. അതാണ് വാസ്തു നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ടെക്നിക്കൽ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 32 ഡോറുകൾ പറയുന്നുണ്ട് വാസ്തുവില്. 32 ഡോർ, അതായത് ഓരോരോ ദിശകളിലും പറയുന്നത് 32 ദിശകൾ തന്നെ പറയുന്നുണ്ട് വാസ്തുവില്. നമ്മള് സാധാരണ 8 ദിശ എന്നാ കേട്ടിട്ട്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, തെക്ക്. അപ്പൊ ഈ ഓരോരോ ഇതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ പേര് കൊടുക്കുന്നത്. അത് നേരത്തെ ഞാൻ യെമെന്ന് പറഞ്ഞ മാതിരി. അതെന്താണെന്ന് വെച്ചാൽ ഈ 32 എണ്ണത്തിന്റെ ഓരോരോ ഇതിന്റെ എവിടെയാ വേണ്ടത്, എവിടെയാ എന്താ വേണ്ടത്, ഇതിൽ ഓരോന്നിനും ഓരോ റിസൾട്ടാ. ഇവൻ എന്ന് പറഞ്ഞാല് നമ്മള് തൊഴിൽപരമായിട്ട് മുന്നേറണം, സാമ്പത്തികമായിട്ടുണ്ടാകണം, ഇന്ന സ്ഥലത്താണോ ഓപ്പണിംഗ് റിസൾട്ട് വരും. ഇനി അഥവാ ഇല്ല എങ്കിൽ പേടിക്കൊന്നും വേണ്ട, അതിന് ചില റെമഡീസ് യൂസ് ചെയ്യാം. അതായത് ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല, അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. അതായത് ഇപ്പൊ അയ്യോ അപ്പൊ ആ ഡോർ അവിടെയല്ല, അപ്പൊ ഇത് പൊളിച്ചിട്ട് അപ്പുറം വെക്കേണ്ടി വരുമോ സാർ? വേണ്ട, പൊളിക്കേണ്ടി ഒന്നും ആവശ്യമില്ല. അതിന്റെ ആയിട്ടുള്ള റെമഡീസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഈ റെമഡിയിൽ പോയിട്ട് സാറിന് ഇപ്പൊ ഒരു വിളിച്ച് സാറിന് അടുത്തൊരു ഏറ്റവും ഹാപ്പി ആയിട്ട് കേട്ടിട്ടുള്ള ഏതെങ്കിലും ന്യൂസുകളുണ്ട്? അതായത് ഒരു ആളെ വിളിച്ചിട്ട് അത് ചെയ്തത് കൊണ്ട് ഉപയോഗം ഉണ്ടായി എന്ന് പറയുന്ന 100% ഇത് എന്താണെന്ന് അറിയാം. അതിന്റെ റിസൾട്ട് പറ്റിയ ഒരാൾ ഞാനും കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോദിക്കുന്നത്. അല്ല, റിസൾട്ട് വരും. ഇത് ഒരു സംശയം ഇല്ലാണ്ട് റിസൾട്ട് വരും. പക്ഷെ ഇത് പറയതാണ് ഇങ്ങനെ ഞങ്ങളും പറയുമ്പോൾ എന്താണ് പറയും, ഇങ്ങനെ ആയിക്കോളും എന്നാണ്. 100% റിസൾട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മളുടെ ഒരു കർമ്മം ഉണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ളതുണ്ട്, പിന്നെ നമ്മളൊരു പൂർവ്വജന്മ വാസന എന്നൊക്കെ പറയും. അതായത് എന്ന് പറഞ്ഞാൽ ഒരു മദ്യാസക്തി എന്ന് പറയുന്നത് ചിലവർക്ക് ഒരു വാസനയായിരിക്കും. അതുപോലെ തന്നെ പ്രേമിക്കുന്നവർക്ക് പ്രേമിക്കൽ തന്നെ ഒരു വാസനയാണ്. അത് ഈ കുട്ടീനല്ലേ വേറൊരു കുട്ടീനെ അങ്ങനെ പ്രേമിച്ചുകൊണ്ടേയിരിക്കും. അല്ല പറയാ, ഇതൊരു വാസനയാണ്.
അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ അതായത് ഓരോരോ ഇപ്പൊ എനിക്ക് വാസ്തു എന്ന് പറയുന്ന ഒരു വാസ്തുതയാ. ഞാൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വാന്നും വരും, പുറത്തേക്ക് എടുക്കുമ്പോൾ സ്തൂന്ന്. അതായത് നമ്മൾ അറിയാണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റഡ് ആകുക. അത് പാഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഒരു അസുഖമായി മാറും. ഇപ്പൊ പ്രേമിക്കുന്ന ഇന്ന് ഈ കുട്ടീൻ്റെ കൂടെ പിന്നെ നാളെ വേറെ ഒരാളെ ഇതിങ്ങനെ എവിടെയും നങ്കൂരിടാണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്തുകൊണ്ടാ വരുന്നതെന്ന് വെച്ചാല് അവന്റെ അല്ല, അവൻ അന്നും ഇന്നും താമസിക്കുന്ന അതേ വീട്ടിലാ. അപ്പൊ ആ വീട്ടിൽ ഇതില് എങ്ങനെയാണോ അങ്ങനെയുള്ളത് വരും. ഇതില് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ, ഇപ്പൊ നിലവില് ഇപ്പൊ നമ്മുടെ വീടിന്റെ വാസ്തു അത് കഴിഞ്ഞ് വീട് പഠനത്തിന് വേണ്ടി പുറത്തു പോയി. എന്റെ മോൾ എന്തെന്നെല്ലാം മോളായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ അവിടെ പഠിക്കാൻ പോയി. അപ്പൊ അവര് നിൽക്കുന്ന സ്ഥലം, അപ്പൊ അവന്റെ വീട് ഇത് തന്നെയാണ്. ഇവിടുന്ന് മാറിപ്പോയി. ഈ വാസ്തു തന്നെ കറക്റ്റ് ആയിരിക്കാം, പക്ഷെ ചെന്ന് നിന്ന സ്ഥലം അവൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഈ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫിസിക്കൽ വേ. ഫിസിക്കൽ വേ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കണത്, എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് അതിന്റെ സാഹചര്യം എന്താ, അതിനനുസരിച്ച്. രണ്ട് സബ് കോൺഷ്യസ് വേ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാല് ഏത് ഉഗാണ്ടയിലായാലും ശരി, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അയ്യോ വീട്ടിൽ എന്തോ ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു ഫീൽ ഉള്ളിൽ വരും. ഇതെന്തുകൊണ്ടാണ് വെച്ചാല് നമ്മളെ അച്ചുതണ്ടാണ് നമ്മളെ വീട്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ ചുറ്റിയാലും ശരി ഇതിനെ ബേസ് ചെയ്തിട്ടാ പോവുക. അത് നമ്മളെ സബ് കോൺഷ്യസ് എഫക്ട് എന്നാ പറയാ. അതായത് യഥാർത്ഥത്തിൽ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഒരു വീടുണ്ട്, അപ്പോൾ നമ്മളിപ്പോ വാടകയ്ക്ക് കൊടുത്തിക്കുക, അതിനെ കൊണ്ട് അതിന്റെ പ്രശ്നമൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആകില്ല. കാരണം ഇതില് എവിടെയായാലും ശരി അത് വിറ്റ് കഴിഞ്ഞാൽ പൈസ നമ്മളല്ലേ വരിക. അതായത് നമ്മളെ കർമ്മം അതായിട്ട് ലിങ്ക്ഡാ. അതുപോലെ തന്നെ നമ്മൾ ഏത് സ്ഥലത്താണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി എവിടെയൊക്കെ കൊണ്ടുവരിക? ഈ വീട്ടിലേക്ക്. അതായത് ഈ വീടും നമ്മളെ ബോഡിയും നമ്മളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് ഫിസിക്കൽ ആയിട്ട് തന്നെ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എവിടൊക്കെ നമ്മൾ യാത്ര ചെയ്താലും ശരി, നമ്മളെ വീട്ടില് നമ്മളെ അമ്മ ഇതൊക്കെ കണക്റ്റഡാ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇങ്ങനെ എന്താ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഈ അധികം സൗദിയിലുള്ള ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബിസിനസിന്റെ ഒരു ഇത് പറഞ്ഞു, ഒരു ബിസിനസ്സുകാരനാണ് സൗദിയിലുള്ള. അപ്പൊ അത് പറഞ്ഞു, സാർ ഒരു ഇത് തുടങ്ങി ആകെ റെയ്ഡും ഒക്കെ ആയിട്ട് ആകെ ഇതായിന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലെന്താ മാറ്റം വരുത്തിയിരുന്ന? അപ്പൊ പറഞ്ഞു ഉണ്ട്, ഞാനൊരു പുതിയൊരു കുറച്ചതായപ്പോ ഒന്നുകൂടി ബെഡ്റൂം ഒന്നും കൂടി പുറത്തേക്ക് തള്ളിയെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അപ്പൊ നമുക്ക് അത് ശരിയാക്കാൻ പറ്റും കേട്ടോ, ഡോണ്ട് വെറി എന്ന് പറഞ്ഞ്. അപ്പൊ അവിടെ പോയി നോക്കി കൃത്യമാണ്, അതിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. ആ ഏരിയ ഇപ്പൊ തള്ളിയെടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഇല്ലാണ്ടാവും. ഒരു എക്സ്റ്റൻഷൻ വരുമ്പോ മറ്റേ ഭാഗം എന്തായി, കാലിയായി. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസിങ് അത് പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് തള്ളിയെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് നോക്കിയിട്ട് ഇന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആകണം. അതായത് വലിയ ബിസിനസ്സുകാരനായി പുരോഗതി വന്നു, അപ്പം വീടൊന്നുകൂടി മാറ്റം വരുത്തി, അതോടുകൂടി സ്വാഹ. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ആ മാറ്റം വരുത്തുന്നതില് ആദ്യത്തെ വീട് നല്ല കറക്റ്റ് ആയതിനെ കൊണ്ട് ആദ്യം റിസൾട്ട് വന്നത്. പിന്നെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ആ മാറ്റം വരുത്തുമ്പോൾ ചില ഏരിയകൾ മിസ്സിങ് ആവും. അതുപോലെ തന്നെ ചില എക്സ്റ്റൻഷൻസ് വരുമ്പോ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങള് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞൊരു രൂപം കൊടുത്തിട്ടിരിക്കുന്നത്. അതായത് ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റം ആട്ടോ. അതായത് തലേന്റെ ഭാഗത്ത്, കാലിന്റെ ഭാഗത്ത്, മുട്ട് ഭാഗത്ത്, അങ്ങനെ ഒരു പ്രോപ്പർ ഒരു ഡിസൈനിങ് ആ. അതായത് അപ്പൊ ഇപ്പൊ തലയിലൊരു മുഴ വന്നാൽ ശരിയാകുമോ? അതായത് ഒരു എക്സ്റ്റൻഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു തായി. അപ്പൊ എന്താ ഇത് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ ഇത് എക്സ്റ്റൻഷൻ എടുക്കണ്ടെന്നല്ല, എക്സ്റ്റൻഷൻ എടുക്കാം, പക്ഷെ അത് നോക്കി ഇന്ന പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷനിലാണോ നോക്കിയിട്ട് നമ്മളത് ചെയ്യാണ് റിസൾട്ട് വരും. ഇല്ലയോ നമ്മളെ ബിസിനസിനെ ബാധിക്കും, ജീവിതത്തിനെ ബാധിക്കും, സാമ്പത്തികത്തിനെ ബാധിക്കും, എല്ലാത്തിനെയും അത് ബാധിക്കും. സാറ് സമൃദ്ധി എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ മണി മേക്കിംഗ് സിസ്റ്റം മാത്രമല്ല, ഒരു ഓവറോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഈ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഒന്നാമത് മനസ്സെന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് സമൃദ്ധിയിൽ ജീവിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നോ സമൃദ്ധിയാവും. ഉള്ളിൽ തന്നെ എനിക്ക് സമൃദ്ധിയിലാണോ. അപ്പൊ ഈ സമൃദ്ധി ഉള്ളിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ ഇയാൾ എവിടെയാ കിടന്നുറങ്ങണ്ടേ, ഇയാൾ ആരെയായിട്ടായിരുന്നു സംസർഗം ഉണ്ടാകണേ, ഇതൊക്കെ ബാധിക്കും. അപ്പോ ഈ നമ്മളെ വീട്ടില് ചില വീട്ടിലുള്ള ഒരു പ്രോപ്പർ പുതിയ വീടെടുത്ത് പ്രോഗ്രസ് ചെയ്യും, ചില ആളുകൾ വീടെടുത്ത് അതോടുകൂടി താഴെയായി. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് ആ നാച്ചുറൽ വേ ആയിട്ട് അലൈൻഡ് ആണോ നമുക്ക് അവിടെ സമൃദ്ധി വരും, അയാൾ അടുത്തടുത്തേക്ക് കയറിപ്പോ. നേരെ മറിച്ച് ഒരു മിസ്മാച്ച് ആയോ അതോടുകൂടി താഴേക്കും പോകും. ഇത് തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി പൊളിക്കും തറക്കൊന്നും വേണ്ട, അല്ലാണ്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഈ കഥ നോക്കുകയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് അവരുടെ ഒരു കരിയറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാകുമ്പോൾ അവിടെ അവർക്ക് പേഴ്സണൽ വാസ്തു ആണെങ്കിലും പല കാര്യങ്ങളും അവർക്ക് ഭയങ്കര ഇതാണ്. പിന്നെ അപ്പോൾ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ മുകളിലേക്ക് പോയിട്ട് ചെറിയ പെണ്ണ് കേസിലൊക്കെ പെട്ട് അങ്ങനെ ഉണ്ട്.
കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാവിയാവുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പലരും ഒറ്റയടിക്ക് താഴോട്ട് പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു കാര്യം എങ്ങനെയാണ് പ്രോസസ്? അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഒരു ഗെയിമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ രണ്ട് തരത്തിലാണ് ഒരു വ്യക്തിനെ താഴെ ഇടാൻ പറ്റുക. ഒന്ന് സാമ്പത്തികം, രണ്ട് ഫണ്ട് കേസ്. ഈ രണ്ട് ഇതിലാണ് ഏതൊരു വലിയ പ്രസ്ഥാനത്തിനും താഴെ ഇടാൻ പറ്റുക. പർട്ടിക്കുലർ പറഞ്ഞു വന്ന ഒരാള് ഇപ്പൊ റീസെന്റ് നിൽക്കുന്ന ആളവിടെ നിന്ന് മാറി ഒരു MLA ഓഫീസ് വേറെ രീതിയിലേക്കൊക്കെ വന്നു എന്നൊക്കെ പല ചർച്ചകളും ഉണ്ട്. അത് അയാൾക്ക് പറ്റിയത് വീടിൽ തന്നെയാണ്. അയാളുടെ വീട്ടിലൊരു മാറ്റം വരുത്തിയപ്പോ എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാതിൽ വെക്കണ പൊസിഷനിൽ ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുതിയൊരു ഇത് അയാളെ പിറകിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നപ്പോൾ എന്തായി, അതോടുകൂടി എന്ന് പറഞ്ഞാൽ ചീത്തപ്പേര് വരിക എന്നുള്ള പറഞ്ഞു. അപ്പൊ ചില വീട്ടിന് പണ്ടുള്ള ഒരു പറഞ്ഞ കേട്ടില്ലേ, എന്താ അതിലെ വഴി നടക്കരുത്, ചീത്തപ്പേര് വരും കേട്ടോന്ന്. ഇതൊന്നും വെറുതെ പറയണല്ല, അതിലൊക്കെ സയൻസ് ഉണ്ട്. നമുക്കത് മനസ്സിലാകാത്തതിനെ കൊണ്ട് നമ്മൾ എന്ത് പറയും, അതാണ് ഒരു പൊട്ടത്തരം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ആരും നോക്കോ. ഈ കാലഘട്ടത്തിൽ ഇതൊന്നും കൂടി സയന്റിഫിക്കലി പ്രൂവ്ഡായി വരിക. വാസ്തു സംബന്ധമായ ചർച്ചകളിലൂടെ അവസാനിക്കുന്നില്ല. നിരവധി ചർച്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും നമ്മൾ വരുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടി വാസ്തു ഭാരതിയുടെ ഈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് അടുത്ത് വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഉത്തരം നൽകിയ നിഷാന്ത് സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.